എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള പി എസ് സി പരീക്ഷയിൽ മലയാളവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ് നമ്മളൊന്ന് വളരെ വേഗത്തിലൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്ന അഗ്നി എന്നതിന്റെ പര്യായപദം എന്തെന്നാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അനലൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കേരള പി എസ് സി പരീക്ഷയിലൊക്കെ നമ്മൾ ഈ അഗ്നി എന്ന് പറയുന്നത് അനലൻ എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെക്കുന്നതാണ് ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന അനിലൻ എന്ന് പറയുന്നത്. എന്താണ് ഈ അനിലൻ എന്ന് പറയുന്നത്? കാറ്റാണ്. പലപ്പോഴും നമുക്ക് മാറിപ്പോവും. കാരണം ഈ ഒരു ഓപ്ഷനിൽ തന്നെ നോക്കുക, അനിലൻ ഓപ്ഷൻ എയിൽ നിന്നും ഓപ്ഷൻ സി ആയിട്ട് അനലൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി ചെറിയൊരു ടിപ്പ് നമ്മൾ ഓർത്ത് വെക്കും. ഈ അഗ്നി, അതായത് എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കനലുണ്ടായിരിക്കും അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? കനലുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നായാണ്, ഇവിടെയും നായാണ്. അതേസമയത്ത് ഇവിടെ എന്താണ്? നീ എന്നാണ് വരിക. ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അഗ്നിയുടെ പര്യായമാണ് എന്ത്? അനലൻ എന്ന് പറയുന്നത്. അതേസമയത്ത് അനിലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അഗ്നിയുടെ പര്യായമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്നിക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും പര്യായം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അഗ്നിയുടെ മറ്റ് പര്യായങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ടേമാണ് തീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഗ്നിയിൽ ദഹിപ്പിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ദഹനൻ എന്നൊരു പര്യായം അഗ്നിക്കുണ്ട്. അതുപോലെ തന്നെ ധനഞ്ജയൻ എന്ന് പറയുന്ന ഒരു പര്യായം എന്തിനുണ്ട്? അഗ്നിക്കുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ധനഞ്ജയൻ എന്ന് പറയുന്ന പര്യായമുണ്ട്. അതുപോലെ തന്നെ അഗ്നിയുടെ മറ്റൊരു പര്യായമാണ് വഗ്നി എന്ന് പറയുന്ന പര്യായം. അതേപോലെ തന്നെ പാവകൻ എന്ന് പറയുന്ന ഒരു പര്യായം ഏതിനുണ്ട്? അഗ്നിക്കുണ്ടെന്ന കാര്യം ഓർക്കുക. പാവകൻ എന്നൊരു പര്യായം ഏതിനുണ്ട്? അഗ്നിക്കുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ തീ എന്നും ദഹനൻ എന്നും ധനഞ്ജയൻ എന്നും വഗ്നി എന്നും പാവകൻ എന്നും അനലൻ എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്? അഗ്നി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ തീ, അതുപോലെ തന്നെ ദഹനൻ, ധനഞ്ജയൻ, അതുപോലെ തന്നെ വഗ്നി, പാവകൻ, അനലൻ എന്നിവയെല്ലാം എന്താണ്? അഗ്നിയുടെ പര്യായങ്ങളാണ്. അതുപോലെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഈ കാറ്റിന്റെ പര്യായത്തിലാണ് പവനൻ എന്ന് പറയുന്നത് വരുന്നത്. PS റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് മാരുതൻ എന്ന് പറയുന്നത് കാറ്റിന്റെ പര്യായമാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്നത് മാരുതൻ എന്ന് പറയുന്നത് എന്തിന്റെ പര്യായമാണ്? കാറ്റിന്റെ പര്യായമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട കാറ്റിന്റെ ഒരു പര്യായമാണ് എന്ത്? മാരുതൻ. മാരുതൻ എന്ന് പറയുന്നത് കാറ്റിന്റെ പര്യായമാണ്. അതുപോലെ തന്നെ വാദം എന്ന് പറയുന്നത്, ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വാദം എന്ന് പറയുന്നത് കാറ്റിന്റെ പര്യായമാണ്. അനിലൻ കാറ്റാണ്, പവനൻ കാറ്റാണ്, മാരുതൻ കാറ്റാണ്, വാദം എന്ന് പറയുന്നത് കാറ്റാണ്. അതേ സമയത്ത് നമ്മൾ തീന്റെ പര്യായം അഗ്നി, അതുപോലെ തന്നെ ധനഞ്ജയൻ, അതുപോലെ തന്നെ ദഹനൻ, വഗ്നി, പാവകൻ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന അഗ്നിയുടെ പര്യായമാണ്. അപ്പൊ അഗ്നി എന്നതിന്റെ പര്യായമാണ് അനലൻ, തീ, അതുപോലെ തന്നെ ധനഞ്ജയൻ, അതുപോലെ തന്നെ ദഹനൻ, മറ്റൊന്ന് വഗ്നി, മറ്റൊന്ന് പാവകൻ. കാറ്റ് എന്നതിന്റെ പര്യായമാണ് അനിലൻ, അതേപോലെ പവനൻ, അതുപോലെ തന്നെ മരുതൻ, അതുപോലെ തന്നെ വാദം. മാരുതൻ കാറ്റാണ്, വാദം കാറ്റാണ്, അതേസമയത്ത് പവനൻ കാറ്റാണ്, അതേസമയത്ത് അനിലൻ എന്നത് കാറ്റിന്റെ പര്യായമാണ്. അപ്പോൾ ഇത് നമ്മൾ പരിചയപ്പെട്ടത് അഗ്നിയുടെയും അതോടൊപ്പം തന്നെ കാറ്റിന്റെയും പര്യായമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇത് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് സ്ത്രീലിംഗം പുല്ലിംഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ലേഖകൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ്. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? എത്രയോ തവണ PS ചോദിക്കുന്നതാണ്. ലേഖിക എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ലേഖകൻ എന്നതിന്റെ സ്ത്രീലിംഗം നമ്മൾ പരിചയപ്പെട്ടു, ലേഖിക എന്നതാണ്. അതേപോലെ തന്നെ PS പരീക്ഷയിൽ സ്ത്രീലിംഗവുമായി റിപ്പീറ്റായി ചോദിക്കുന്ന ഒന്നാണ് കവി. കവി എന്നതിന്റെ സ്ത്രീലിംഗം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കവയിത്രി എന്നാണ്. കവിയിത്രി എന്നല്ല, മറിച്ച് കവയിത്രി എന്നാണ് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കവി എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? കവയിത്രി എന്നാണ്. അതുപോലെ ചോദിക്കാം കർത്താവ്. കർത്താവ് എന്നതിന്റെ സ്ത്രീലിംഗം ചോദിക്കുകയാണെങ്കിൽ കർത്തൃ എന്നാണ് വരേണ്ടത്. അപ്പൊ താവ് മാറിയിട്ട് ത്രി എന്നായി മാറി. അപ്പൊ കർത്തൃ എന്നതാണ് കർത്താവ് എന്നതിന്റെ സ്ത്രീലിംഗം. അതുപോലെ കേമനും കേമിന്നും കേട്ടിട്ടില്ലേ? അപ്പൊ കേമൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ് കേമി എന്ന് പഠിച്ചു വെക്കുക. അതേപോലെ ഗുണവാൻ ഗുണവതി എന്ന് കേട്ടിട്ടില്ലേ? ഗുണവാൻ. ഗുണവാൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ് ഗുണവതി എന്നും പഠിക്കുക. ഗുണവതി എന്നും പഠിക്കുക. അപ്പൊ ഗുണവാൻ എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? ഗുണവതിയാണ്. റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഗുരു എങ്കിൽ ഗുർവിയാണ് എന്ത്? സ്ത്രീലിംഗം. അപ്പൊ ഗുരു എങ്കിൽ ഗുർവിയാണ് എന്ത്? സ്ത്രീലിംഗം എന്ന കാര്യം ഓർത്തി. അപ്പൊ ഗുരുവിന്റെ സ്ത്രീലിംഗം എന്താണ്? ഗുർവി എന്നാണ് വരേണ്ടത്. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ ചക്രവർത്തി. ചക്രവർത്തി പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ ചക്രവർത്തി എന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? ചക്രവർത്തിനി എന്നാണ്. എന്താണ്? ചക്രവർത്തിനി എന്നതാണ്. ചക്രവർത്തിനി എന്നതാണ് അതിന്റെ സ്ത്രീലിംഗം വരിക. അതേപോലെ തന്നെ മറ്റൊന്നാണ് ജനയിതാവ്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞില്ലേ തൊട്ടു മുമ്പ് കർത്താവ്.
കർത്തൃ എന്ന് പറഞ്ഞ പോലെ ജനയിതാവ്, ജനയിതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ജനയിത്രി എന്നാണ്. ജനയിത്രി എന്നാണ് ജനയിതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം വരിക. അതുപോലെ തപസ്സി ഉണ്ട്. മറ്റൊന്നാണ് തപസ്സി. തപസ്സി പുല്ലിംഗമാണ്. തപസ്വിനിയാണ് എന്ത്? സ്ത്രീലിംഗം എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ മറ്റൊന്നാണ് തമ്പുരാൻ, തമ്പുരാട്ടി. തമ്പുരാൻ, തമ്പുരാട്ടി. തമ്പുരാൻ, തമ്പുരാട്ടി. അപ്പോൾ കുറച്ച് സ്ത്രീലിംഗം പുല്ലിംഗമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇതൊക്കെ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കവി എന്താണ്? കവയിത്രിയാണ്. കർത്താവ് എന്താണ്? കർത്തൃയാണ്. കേമൻ എന്താണ്? കേമിയാണ്. ഗുണവാൻ എന്താണ്? ഗുണവതിയാണ്. ഗുരു എന്താണ്? ഗുർവിയാണ്. ചക്രവർത്തി എന്താണ്? ചക്രവർത്തിനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ജനയിതാവ് എന്താണ്? ജനയിത്രിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. തമ്പുരാൻ എന്താണ്? തമ്പുരാട്ടിയാണ്. തപസ്സി എന്താണ്? തപസ്വിനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതൊക്കെ റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. അടുത്തത് നമ്മൾ ചേർത്തെഴുത്തിലേക്ക് വരികയാണ്. ചേർത്തെഴുത്തുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന റിപ്പീറ്റായി ചോദിക്കുന്ന ചോദ്യമാണ് ശരത്ത് അധികം ചന്ദ്രൻ. അത് ചേർത്തെഴുതിയാൽ എന്താ കിട്ടുക? ഓപ്ഷൻ ഡി ആണ്, ശരത്ചന്ദ്രൻ എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്തെഴുത്തുമായി ബന്ധപ്പെട്ട് ശരത്ത്, നമ്മൾ ഈ ചേർത്തെഴുത്തൊക്കെ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം, എങ്കിലേ അത് നമ്മൾ മനസ്സിലിരിക്കുകയുള്ളൂ. ശരത്ത് അധികം ചന്ദ്രൻ, ഇത് നമ്മൾ ചേർത്തെഴുതിയാൽ എന്താ കിട്ടുക? ശരത്ചന്ദ്രൻ എന്നാണ് കിട്ടുക. ശരത്ചന്ദ്രൻ എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു ശരത്ത് അധികം ചന്ദ്രനാണ്. അപ്പോൾ തീയും ചായയും കൂടി ചേർന്നിട്ട് ഇച്ചയായിട്ട് മാറി. ഇനി അടുത്തത് നമ്മുടെ ചേർത്തെഴുത്തുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ് നമ്മുടെ കാട് അധികം ഇൽ എന്നത് ചേർത്തെഴുതിയാൽ എന്താ കിട്ടുക? ഇവിടെ പരിചയപ്പെടുന്നത് കാട് അധികം ഇൽ എന്നത് ചേർത്തെഴുതിയാൽ നമുക്ക് കാട്ടിൽ എന്നാണ് കിട്ടുക. ഇനി മറ്റൊന്ന് നമ്മൾ പഠിക്കുന്നത് കാട് അധികം ആന ചേർത്തെഴുതിയാൽ എന്താ കിട്ടുക? കാട് അധികം ആന ചേർത്തെഴുതിയാൽ കാട്ടാന എന്നാണ് കിട്ടുക. കാട്ടാന എന്നാണ് നമുക്കവിടെ ചേർത്തെഴുതുമ്പോൾ കിട്ടുക. അപ്പോൾ ഈ ചേർത്തെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ പിരിച്ചെഴുത്ത് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി മലയാളത്തിലുണ്ട്. അപ്പോൾ 2 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, ശരത്ചന്ദ്രൻ എങ്ങനെയാ പിരിച്ചെഴുത്തുകയെന്ന് ചോദിക്കാം. ശരത്ത് അധികം ചന്ദ്രനാണ്. അതുപോലെ തന്നെ കാട്ടിൽ എന്ന് പറയുന്നത് എങ്ങനെയാ പിരിച്ചെഴുതുക? കാട് അധികം ഇല്ലാണ്. ഇനി കാട്ട് അധികം ആന ചേർത്ത് എഴുതുമ്പോൾ കാട്ടാന. അപ്പോൾ കാട്ടാന പിരിച്ചെഴുതുമ്പോൾ കാട് അധികം ആനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന് റിപ്പീറ്റായി ചോദിക്കുന്ന ഒന്നാണ് ചലച്ചിത്രം. ചലച്ചിത്രം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ചലത് അധികം ചിത്രം എന്നാണ്. ചലത് അധികം ചിത്രം എന്നാണ് ചലച്ചിത്രം എന്ത് ചെയ്യുന്നത്? പിരിച്ചെഴുതുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചെഞ്ചുണ്ട്. ഈ ചെഞ്ചുണ്ട് എങ്ങനെയാണ് പിരിച്ചെഴുതുക? ചെഞ്ചുണ്ട്. ചെം അധികം ചുണ്ട് എന്നാണ് വരിക. ചെം അധികം ചുണ്ട് എന്നാണ് ചെഞ്ചുണ്ട് പിരിച്ചെഴുതിയാൽ നമുക്ക് ലഭിക്കുക. അപ്പോൾ ചെഞ്ചുണ്ട് ഇങ്ങനെയാണ് പിരിച്ചെഴുതുക. അതുപോലെ മറ്റൊന്നാണ് ചോദിക്കാറുണ്ട് തണ്ണീർ. തണ്ണീർ എങ്ങനെയാണ് പിരിച്ചെഴുതുക? തൺ അധികം നീറാണ് തണ്ണീർ എന്ന കാര്യം ഓർത്തിരിക്കുക. തൺ അധികം നീറാണ് തണ്ണീർ. ഇനി തൃപ്പാദം. തൃപ്പാദം എങ്ങനെയാണ് പിരിച്ചെഴുതുക? തിരു അധികം പാദമാണ്. അപ്പോൾ തിരു അധികം പാദം ചേർത്തെഴുതിയാൽ കിട്ടുന്നത് തൃപ്പാദം എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ മറ്റൊന്നാണ് തപശ്ചര്യ. മറ്റൊന്നാണ് തപശ്ചര്യ. ഇത് പിരിച്ചെഴുതുന്നത് തപസ് അധികം ചര്യ എന്നാണ്. തപസ് അധികം ചര്യ എന്നാണ് പിരിച്ചെഴുതുന്നത്. ഇനി മറ്റൊന്നാണ് തപോനിധി എന്നെങ്ങനെയാണ് പിരിച്ചെഴുതുക? അത് തപം അധികം നിധി എന്നാണ് തപോനിധി. തപം അധികം നിധിയാണ് തപോനിധി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ കുറച്ച് ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് പരിചയപ്പെട്ടത്. ചോദ്യമായിട്ട് വന്ന ശരത്ത് അധികം ചന്ദ്രൻ ചേർത്തെഴുതിയ ശരത്ചന്ദ്രൻ എന്ന് നമുക്ക് ലഭിക്കും. ശരത്ത് അധികം ചന്ദ്രൻ ചേർത്തെഴുതിയ ശരത്ചന്ദ്രൻ. കാട് അധികം ഇല്ലാണ് കാട്ടിൽ. ഇനി കാട്ടാന പിരിച്ചെഴുതിയാൽ കാട് അധികം ആന എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ചലച്ചിത്രം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചലത് അധികം ചിത്രമാണ്. ഇനി ചെം അധികം ചുണ്ടാണ് ചെഞ്ചുണ്ട് എന്ന് നമ്മളിവിടെ പഠിച്ചു. പിന്നെ നമ്മളിവിടെ പരിചയപ്പെട്ടത് തൃപ്പാദമാണ്. തൃപ്പാദം നമ്മളെങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? തിരു അധികം പാദമാണ് തൃപ്പാദം. തൺ പ്ലസ് നീറാണ് തണ്ണീർ എന്ന കാര്യം ഓർക്കുക. തപം അധികം നിധിയാണ് തപോനിധി എന്ന കാര്യം ഓർക്കുക. ഇനി തപസ് അധികം ചര്യയാണ് തപശ്ചര്യ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ കുറച്ച് ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി ഒറ്റപ്പദമാണ്. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഫലേച്ഛ കൂടാതെ. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം തന്നിരിക്കുന്ന 74ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്, നിഷ്കാമമാണ്. അപ്പോൾ നിഷ്കാമം എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഫലേച്ഛ കൂടാതെ എന്നാണ്. നിഷ്കാമം എന്ന ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫലേച്ഛ കൂടാതെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു വാക്കാണ് പരകായം.
ഇപ്പോൾ ഇവിടെ പഠിച്ചൊരു വാക്ക് പരകായം. കായം ശരീരമാണ്. അപ്പോൾ പരകായം എന്ന് പറഞ്ഞാൽ എന്താ? അന്യന്റെ ശരീരം എന്നാണ് അർത്ഥം വരുന്നത്. പരകായം എന്നാൽ അന്യന്റെ ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ എന്താ? അദൃശ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കായിരിക്കും. അദൃശ്യം എന്ന് പറയുന്നത് എന്താണ്? ദർശിക്കാൻ കഴിയാത്തത്. ദർശിക്കാൻ കഴിയാത്തത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അപ്രാപ്യം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാകും. അപ്രാപ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രാപ്യം അത് ഒരു അപ്രാപ്യമായ കാര്യമൊന്നും അല്ല എന്ന് പറയും. എന്താണ്? എത്തിച്ചേരാൻ സാധിക്കാത്തത്. എത്തിച്ചേരാൻ സാധിക്കാത്തത്. ആ ഒരു ഇടം എന്താണ്? അപ്രാപ്യമല്ല എന്ന് പറഞ്ഞാൽ എത്തിച്ചേരാൻ സാധിക്കാത്തത്. എത്തിച്ചേരാൻ സാധിക്കാത്തത് എന്നൊരു അർത്ഥത്തിൽ വരുന്നതാണ് അപ്രാപ്യം എന്ന് പറയുന്ന വാക്ക്. എന്താണ് കവിത്രയം എന്ന് പറയുന്നത്? കവിത്രയം എന്ന് പറഞ്ഞാൽ 3 കവികളാണ്. കവിത്രയം എന്ന് പറഞ്ഞാൽ 3 കവികളാണ്. ഇനി എന്താണ് പഠനീയം എന്ന് പറയുന്നത്? എന്താണ് പഠനീയം എന്ന് പറയുന്നത്? പഠനീയം എന്ന് പറഞ്ഞാൽ പഠിക്കത്തക്കത്. പഠിക്കത്തക്കത് എന്നാണ് പഠനീയം എന്ന വാക്കിന്റെ അർത്ഥം. ഇനി എന്താണ് പർണാശനം എന്ന് പറയുന്നത്? എന്താണ് പർണാശനം എന്ന് പറയുന്നത്? പർണാശനം എന്ന് പറഞ്ഞാൽ ഇല മാത്രം ഭക്ഷിക്കൽ. ഇല മാത്രം ഭക്ഷിക്കൽ എന്നതിന്റെ ഒരു മീനിങ് ആണ് പർണാശനത്തിനുള്ളത്. ഇനി എന്താണ് പാദപം എന്ന് പറയുന്നത്? എന്താണ് പാദപം എന്ന് പറയുന്നത്? പാദപം എന്ന് പറഞ്ഞാൽ പാദം കൊണ്ട് പാനം ചെയ്യുന്നത്. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് എന്നൊരു അർത്ഥമാണ് ഈ പാദപം എന്നതുകൊണ്ട് വരുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എന്താണ് ഈർഷ്യ എന്ന് പറയുന്നത്? എന്താണ് ഈർഷ്യ എന്ന് പറയുന്നത്? ഈർഷ്യ എന്ന് പറഞ്ഞാൽ അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതേനെയാണ് എന്തെന്ന് പറയുന്നത്? ഈർഷ്യ എന്ന് പറയുന്നത്. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈർഷ്യ എന്ന് പറയുന്നത്. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈർഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് പന്തിഭേദം. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്താണ് പന്തിഭേദം എന്ന് പറയുന്നത്? പന്തിഭേദം എന്ന് പറഞ്ഞാൽ വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദത്തെയാണ് പന്തിഭേദം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ചക്രാശയം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ചക്രാശയം എന്ന് പറയുന്ന ഒരു ടേമാണ്. എന്താണ് ചക്രാശയം? മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസം. മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസമാണ് ചക്രാശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം പരിചയപ്പെട്ടു? അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത് നമ്മുടെ ചോദ്യം ഫലേച്ഛ കൂടാതെ അതിൻ്റെ ഒറ്റപ്പദമാണ് നിഷ്കാമം എന്ന് പറയുന്നത്. അപ്പോൾ നിഷ്കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലേച്ഛ കൂടാതെ എന്നാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് പരകായം എന്നാണ് നമ്മൾ പിന്നീട് പരിചയപ്പെട്ടത്. പരകായം എന്ന് പറഞ്ഞാൽ അന്യന്റെ ശരീരം എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു അദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശിക്കാൻ കഴിയാത്തതാണ്. അപ്രാപ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിച്ചേരാൻ സാധിക്കാത്തതാണ്. കവിത്രയം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കവികൾ എന്നാണ് അർത്ഥം. പഠനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനീയം എന്ന് പറഞ്ഞാൽ പഠിക്കത്തക്കതാണ്. പിന്നെ പർണാശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല മാത്രം ഭക്ഷിക്കൽ എന്നതാണ്. ഇനി പാദപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാദം കൊണ്ട് പാനം ചെയ്യുന്നതാണ്. ഇനി ഈർഷ്യ ഓർത്തിരിക്കണം. ഈർഷ്യ എന്ന് പറഞ്ഞാൽ അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയാണ് ഈർഷ്യ എന്ന് പറയുന്നത്. മറ്റൊന്ന് പന്തിഭേദമാണ്, അതായത് വിളമ്പുന്നതിൽ കാണിക്കുന്ന പക്ഷഭേദമാണ്. ചക്രാശയം എന്ന് പറഞ്ഞാൽ മാന്ത്രിക യന്ത്രത്തിലുള്ള വിശ്വാസമാണ്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന വിപരീത പദമാണ്. വിപരീത പദത്തിൽ ഇവിടെ പരിചയപ്പെടുന്നു ശ്ലാഘ്യം എന്നതിന്റെ വിപരീതം എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഗർഹ്യം എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമ്മളെ ചോദ്യം ശ്ലാഘ്യം, അതിന്റെ വിപരീതം എന്താണ്? ഗർഹ്യം എന്നതാണ് വിപരീതമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് കൂടെ പഠിക്കാം ശിക്ഷ. ശിക്ഷ എന്നതിന്റെ വിപരീതം എന്താണ്? രക്ഷ എന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശിക്ഷകൻ എന്ന് പറയുന്നത്. അപ്പോൾ ശിക്ഷ എന്നതിന്റെ വിപരീതം രക്ഷ എന്നാണ്. അതുപോലെ ശിക്ഷകൻ എന്നതിന്റെ വിപരീതം എന്താണ്? രക്ഷകൻ എന്നാണ്. രക്ഷകൻ എന്നാണ്. അതുപോലെ മറ്റൊന്നാണ് ശിഷ്ടൻ എന്നത്. ശിഷ്ടൻ എന്നതിന്റെ വിപരീതം ചോദിക്കുകയാണെങ്കിൽ അവിടെ ദുഷ്ടൻ എന്നാണ് വരുന്നത്. ദുഷ്ടൻ എന്ന് വരുന്നു. അതുപോലെ തന്നെ ശീക്രം എന്നതിൻ്റെ വിപരീതം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മന്ദം എന്ന് വരുന്നു. അപ്പോൾ ശീക്രം എന്നതിൻ്റെ വിപരീതം മന്ദം എന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശോഷണം എന്നത്. അപ്പോൾ എന്താണ് ശോഷണം എന്നതിൻ്റെ വിപരീതം? അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പോഷണം എന്നാണ്. അപ്പോൾ ശോഷണം എന്നതിൻ്റെ വിപരീതം പോഷണം എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കാം ശാലീനം. ശാലീനം എന്ന് പറയുന്നതിൻ്റെ വിപരീതം എന്താണ്? ശാലീനം എന്നതിൻ്റെ വിപരീതം ദീപ്രം എന്നാണ്. ദീപ്രം എന്നതാണ് ശാലീനം എന്നതിൻ്റെ വിപരീതം. അതുപോലെ ശ്രദ്ധ എന്നതിൻ്റെ വിപരീതം എന്താണ്? ശ്രദ്ധ എന്നതിൻ്റെ വിപരീതം അശ്രദ്ധ എന്നാണ്. ശ്രദ്ധ എന്നതിൻ്റെ വിപരീതം എന്താണ്? അശ്രദ്ധ എന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ശുഭം എന്നത്. അപ്പോൾ ശുഭം എന്നതിൻ്റെ വിപരീതം അശുഭം എന്ന് നമുക്ക് പറയാം. ശുഭം എന്നതിൻ്റെ വിപരീതം എന്താണ്? അശുഭം എന്നാണ് വരിക. ശ്രേണി എന്നതിൻ്റെ വിപരീതമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏണി എന്നാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കുറച്ച് വിപരീതങ്ങളാണ്. നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്ന ശ്ലാഘ്യം എന്നാണ്.
അതിനുശേഷം നമ്മൾ അതിൻ്റെ വിപരീതം ഗർഹ്യം എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ശിക്ഷ എന്നതിൻ്റെ വിപരീതം രക്ഷ എന്ന് പഠിച്ചു. ശിക്ഷകൻ എന്നതിൻ്റെ വിപരീതം രക്ഷകനാണ്. ശിഷ്ടൻ എന്നതിൻ്റെ വിപരീതം ദുഷ്ടൻ എന്നാണ് വരിക. അതേപോലെ തന്നെ ശീക്രം എന്നതിൻ്റെ വിപരീതം മന്ദം എന്നാണ്. പോഷണം എന്നതിൻ്റെ വിപരീതം ശോഷണം എന്നാണ് വരുന്നത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു ശുഭം എന്നതിൻ്റെ വിപരീതം അശുഭം എന്നാണെന്ന് പരിചയപ്പെട്ടു. ശാലീനം എന്നതിൻ്റെ വിപരീതം ദീപ്രം എന്നാണ്. ശ്രദ്ധ അശ്രദ്ധയാണ്. അതുപോലെ ശ്രേണി എന്നതിൻ്റെ വിപരീതം ഏണി എന്നും നമ്മളിവിടെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഒരു പിരിച്ചെഴുത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. വാഗർഥം എന്നതിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. വാക്ക് അധികം അർത്ഥം എന്നതാണ് വാഗർഥം. വാക്ക് അധികം അർത്ഥം എന്നതാണ് വാഗർഥം പിരിച്ചെഴുതിയാൽ കിട്ടുക. അപ്പം നമ്മൾ തൊട്ടു മുമ്പ് ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന മേഖലയിൽ കുറേ പഠിച്ചു. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഒരു വാക്കും കൂടെ പരിചയപ്പെട്ടു. അപ്പോൾ നോക്കുക, ഒരു ചോദ്യപേപ്പറിൽ തന്നെ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ 2 മാർക്ക് അവിടെ കിട്ടുകയാണ്. ഇവിടെ നോക്കുക, വാഗർഥം എന്നത് പിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും? വാക്ക് അധികം അർത്ഥമാണ്. വേണമെങ്കിൽ നേരെ തിരിച്ചും പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഈ വാക്ക് അധികം അർത്ഥം അത് ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? വാഗർഥം എന്നാണ് കിട്ടുക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശരിയായ വാക്യം എടുത്തെഴുതുക എന്നാണ്. അവൻ്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഓരോ വീട് തോറും കയറണം. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. ഇവിടെ നമ്മുടെ ശരിയായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല എന്നതാണ് ഇവിടെ നമ്മുടെ ശരിയായിട്ട് വരുന്ന വാക്ക്. ശരിയായ വാക്യം എടുത്തെഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക എന്നതാണ് അടുത്ത ചോദ്യം. പെങ്ങള്, നിങ്ങള്, ഞങ്ങള്, കുഞ്ഞുങ്ങൾ എന്ന് തന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾ എന്നതാണ് ഉത്തരമായിട്ട് വരിക. അതായത് ഒരു ഏകവചന രൂപത്തോടൊപ്പം ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കുന്നു. ബഹുവചന പ്രത്യയങ്ങളായിട്ടുള്ള അർ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയം, അല്ലെങ്കിൽ മാർ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയം, കൾ എന്ന് പറയുന്ന ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത് വരുന്നതാണ് പൂജക ബഹുവചനം എന്ന് പറയാം. നീ എന്ന് പറയുന്നതിന് അവിടെ നമ്മൾ ഈ കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പൂജക ബഹുവചനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് താങ്കൾ എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ എന്ന് പറയുന്നത് എന്താണ്? പൂജക ബഹുവചനമാണ്. അപ്പോൾ അതേപോലെ തന്നെ PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിങ്ങൾ പഠിച്ചു, അതുപോലെ താങ്കളും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബ്രാഹ്മണൻ, ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് ഭീഷ്മർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഭീഷ്മർ എന്ന് പറയുന്ന പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. വൈദ്യർ എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അതുപോലെ മറ്റൊന്നാണ് ദ്രോണർ എന്ന് പറയുന്നത്. ഇതൊക്കെ PSC പരീക്ഷയിൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ദീക്ഷിതർ എന്ന് പറയുന്നത്, ഇതൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. ശാസ്ത്രികൾ എന്ന് പറയുന്നത്, ശാസ്ത്രികൾ എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അതുപോലെ സ്വാമികൾ എന്ന് പറയുന്നത്, സ്വാമികൾ എന്ന് പറയുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളുടെ എന്തെല്ലാം പരിചയപ്പെട്ടു? പൂജക ബഹുവചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് നിങ്ങൾ എന്നാണ്. അതുകൂടാതെ നമ്മൾ പരിചയപ്പെട്ടതാണ് താങ്കൾ എന്ന് പറയുന്നത്, ബ്രാഹ്മണർ എന്ന് പറയുന്നത്, ഭീഷ്മർ എന്ന് പറയുന്നത്, അതുപോലെ വൈദ്യർ, സ്വാമികൾ, ശാസ്ത്രികൾ, അതുപോലെ ദീക്ഷിതർ, ദ്രോണർ, ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനമാണ്. അവിടെ തന്നെ അർ, മാർ, അതുപോലെ തന്നെ കൾ തുടങ്ങിയ ബഹുവചന പ്രത്യയങ്ങൾ ഏകവചനത്തോടൊപ്പം ചേർന്ന് വരുന്നതാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. അത് ഏകവചനം തന്നെയാണ്, പക്ഷേ ഈ പറയുന്ന ബഹുവചന പ്രത്യയങ്ങൾ അവിടെ വരുന്നു. കാണുമ്പോൾ അത് ബഹുവചനമായിട്ട് തോന്നും, പക്ഷെ അത് ഏകവചനമാണ്. ബഹുമാനാർത്ഥമാണ് അത് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ അതാണ് എന്ത്? പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അർത്ഥവ്യത്യാസം എഴുതുക എന്നതാണ്. ഇവിടെ കന്ദരം എന്ന് പറയുന്ന ഗുഹയാണ്. അങ്ങനെ കന്ദരം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നതിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. കഴുത്ത് എന്നാണ് ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി കഴുത്ത് എന്നാണ് അർത്ഥം വരുന്നത്. ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഒരു അർത്ഥവ്യത്യാസം കൂടെ പരിചയപ്പെടുത്തി തരാം. കണ്ടം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ കണ്ടം എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഈ കഴുത്ത. അതേ സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ അവിടെ കഷണം എന്ന് അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ നീലം എന്നും അർത്ഥം വരുന്നുണ്ട്. നമ്മൾ ഈ നെൽവയലിനെയൊക്കെ നമ്മൾ കണ്ടം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിലം എന്നും അതുപോലെ തന്നെ കഷണം എന്നും അർത്ഥം വരും. പക്ഷെ ഇത് കണ്ടം എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ് അർത്ഥം വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒന്നാണ് കപാലം. കപാലമുണ്ട്, കപോലമുണ്ട്.
ഈ കപാലം നമ്മൾ കേട്ടിട്ടുണ്ടാവും, തലയോടാണ്. തലയോട് നമ്മൾ ഈ ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് കപാലം. അതേപോലെ തന്നെ കപോലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കവിൾത്തടമാണ്. ഇതെന്താണ്? കവിൾ തടമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി ഒന്ന് പഠിക്കുക. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇത് നമ്മൾ അടുത്തതിലേക്ക് വരാം. അടുത്തതെന്ന് പറയുന്നത് ഉട്ട്യോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയമെന്ത്? ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രയോഗികമല്ലാത്തത്. പ്രയോഗികമല്ലാത്തത് എന്ന ഒരു അർത്ഥത്തിൽ വരുന്ന ശൈലിയാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഉട്ടോപ്യ എന്ന അർത്ഥത്തിൽ വരുന്ന അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രയോഗികമല്ലാത്തത്. പ്രയോഗികമല്ലാത്തത് എന്നൊരു അർത്ഥത്തിൽ വരുന്ന ശൈലിയാണ് ഉട്ടോപ്യ എന്ന കാര്യം ഓർക്കുക. ഇതേപോലെ തന്നെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ് പച്ച ശൃംഗാരി. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതൊരു ശൈലിയാണ്, പച്ച ശൃംഗാരി. അപ്പം നമ്മളെ പരിചയപ്പെടുത്തുന്ന ശൈലി എന്താണ്? പച്ച ശൃംഗാരി. ഈ ഒരു ശൈലിയുടെ അർത്ഥം എന്താണ്? പച്ച ശൃംഗാരി എന്ന ശൈലിയുടെ അർത്ഥം രസികത്വം ചമഞ്ഞ് നടക്കുന്നവൻ എന്നാണ്. എന്താണ്? രസികത്വം ചമഞ്ഞ് നടക്കുന്നവൻ എന്നൊരു അർത്ഥത്തിലാണ് ഈ പറയുന്ന പച്ച ശൃംഗാരി എന്ന ആ ഒരു ശൈലി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാർത്ഥമായിട്ട്. ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട്. അതുപോലെ നമ്മൾ കേൾക്കാറുള്ളതാണ് ഹാലിളക്കം എന്ന് കേട്ടിട്ടില്ലേ? ഹാലിളക്കം. ആ ഹാലിളക്കം എന്ന് പറഞ്ഞാൽ എന്താ? കോപം കൊണ്ടുള്ള തുള്ളലിനെയാണ് നമ്മൾ ഹാലിളക്കം എന്ന് പറയുക. ഹാലിളക്കം എന്ന് പറഞ്ഞാൽ കോപം കൊണ്ടുള്ള തുള്ളൽ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. ഇനി മറ്റൊന്നാണ് ത്രിശങ്കു സ്വർഗം എന്ന് വെച്ചാൽ എന്താ? ത്രിശങ്കു സ്വർഗം. അതിൻ്റെ അർത്ഥം അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ. അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥേനെയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥയാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കേൾക്കാറുള്ളതാണ് ചെമ്പ് തെളിയുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാ ചെമ്പ് തെളിയുക. ചെമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ എന്താ? പരമാർത്ഥം വെളിപ്പെടുക. പരമാർത്ഥം എന്താണ്? വെളിപ്പെടുക എന്നതാണ് ചെമ്പ് തെളിയുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പച്ച ശൃംഗാരി എന്ന് പറഞ്ഞാൽ എന്താ? പച്ച ശൃംഗാരി എന്ന് പറഞ്ഞാൽ രസികത്വം ചമഞ്ഞ് നടക്കുന്നവൻ. അതുപോലെ മറ്റൊന്നാണ് ഹാലിളക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? കോപം കൊണ്ടുള്ള തുള്ളലാണ്. മറ്റൊന്നാണ് ത്രിശങ്കു സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ചെമ്പ് തെളിയുക എന്ന് പറഞ്ഞാൽ പരമാർത്ഥം വെളിപ്പെടുക എന്നതാണ് ചെമ്പ് തെളിയുക എന്നതിൻ്റെ അർത്ഥം. ഇനി മറ്റൊന്ന് അക്കിടിയിൽപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് അക്കിടിയിൽപ്പെടുക എന്ന് പറഞ്ഞാൽ? അക്കിടിയിൽപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടത്തിലാവുക എന്നാണ്. അപകടത്തിൽ ആവുക എന്നാണ്. അതുപോലെ ചോദിക്കുന്നതാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു ചൊല്ലാണ് അകത്ത് കത്തിയും പുറത്ത് പത്തിയും. അതിൻ്റെ അർത്ഥം എന്താണ്? വിരോധം മറച്ചു വെച്ച് സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം. അതാണ് അകത്ത് കത്തി പുറത്തെന്താണ് പത്തിയും എന്ന ആ ഒരു പദത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ശൈലിയുടെ അർത്ഥം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ കുറച്ച് ശൈലിയും പരിചയപ്പെട്ടു. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ദുർമുഖം കാട്ടുക എന്ന് പറയുന്ന ഒരു ശൈലി എന്താ? വെറുപ്പ് കാണിക്കുക എന്നാണ്. ദുർമുഖം കാട്ടുക എന്ന് പറഞ്ഞാൽ വെറുപ്പ് കാണിക്കുക. ദുർമുഖം കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വെളുപ്പ് കാണിക്കുക എന്നാണ്. തോളിൽ കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അധികം ലാളിക്കുക എന്നാണ്. അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. തോളിൽ കയറ്റി വെക്കുക, അധികം ലാളിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ശൈലികളൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മലയാളം എന്ന് പറയുന്ന ഭാഗത്ത് ഇതുപോലെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതുമായി അനുബന്ധമായിട്ട് നൽകിയിരിക്കുന്ന ബുക്കുകളിലൊക്കെ നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ ഓരോ കാര്യങ്ങളും ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.